ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നീസ് ലക്ഷ ടൈം. ഇന്ന് കിളിമീൻ ഫ്രൈ ആണ്. വായോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ കിളിമീൻ കിട്ടി. അത് ഞാൻ വൃത്തിയാക്കി കട്ട് ചെയ്ത് വൃത്തിയാക്കി നല്ല വരഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ നമുക്ക് മസാല പുരട്ടി വറുക്കാം. ഞാൻ ജാറിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക്, പെരുംജീരകപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് എടുത്തതിന് ശേഷം നോക്കണം, നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. അല്ലെങ്കിൽ മീൻ പിടിച്ച് കഴിയുമ്പോൾ ഉപ്പ് കാണത്തില്ല. അത് നമുക്ക് ഇനി വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിൽ പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ മീനും ഇറക്കി അതിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള മീനായതുകൊണ്ട് 4 പീസിലേക്ക് കൊള്ളത്തുള്ളൂ. വറുക്കാനായിട്ട് സ്ഥലമുള്ളതിൽ 3 ഇട്ടിട്ട് വറക്കേണ്ടി വരും. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യാനായിട്ട് അതും തിക്കുള്ള മീനായതുകൊണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് മുരിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. ഇതിന് ചെറിയൊരു മധുരമുണ്ട്. അത് കാരണം നമ്മൾക്ക് കൂടുതൽ കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്താണ് ഇത് വറുക്കാനായിട്ട്. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അധികം ചേർക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു മീനാണിത്. കാരണം വെച്ചാൽ ഇതിന് അധികം മുള്ളില്ല കേട്ടോ. നല്ല മാംസമാണ്. നല്ല സുന്ദരനായ മീനാണ്. നല്ല ഫ്രഷ് മീനാണ്. നല്ല കാണാൻ ഭംഗിയുള്ള മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാം കൂടെ ചേർന്ന മീനാണ്. കാരണം എല്ലാം കൊണ്ട് നല്ലൊരു മീനാണ്. കറി വെക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇതിന് നല്ലത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കുക. അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് മുരിച്ച് വേണം ഇതെടുക്കാനായിട്ട്. നമുക്കത് ഒരു സൈഡ് മറിച്ചിടാം. നമുക്ക് ഇത് മാംസത്തിന് അതായത് ദൃഢമില്ലാത്ത കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അത് കാരണം നമ്മൾ സൂക്ഷിച്ച് വേണം മറിച്ചിടാനായിട്ട്. എനിക്കിഷ്ടമല്ല ഈ മീനൊക്കെ ഇങ്ങനെ പൊടിയുന്നത്. അത് കാരണം ഞാൻ എപ്പോഴും എന്താണെങ്കിലും പലഹാരമാണെങ്കിലും മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റിൽ എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല ദേഷ്യമാണെങ്കിൽ. അതാണ് ഞാൻ വളരെ സൂക്ഷിച്ച് ഞാൻ ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ഈ മീനുകളിൽ കൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല തിക്കായിട്ടുള്ള മീനാണ്. മാംസത്തിന് നല്ല കട്ടിയുണ്ട്. ഒരു വലിപ്പമായ കാരണം കട്ടിയുള്ള മീനാണ്. അപ്പുറം ഇപ്പുറം ഇടയ്ക്ക് മറിച്ച് വിട്ടുകയാണ് മുറിച്ചെടുക്കാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.